ഹലോ ഗായ്സ്, അപ്പം നമ്മൾ കൊച്ചിയിൽ കല്യാണത്തിന് പോകണേണ്. ഞാൻ ഒരു വീഡിയോ പറഞ്ഞിരുന്നു, എനിക്കൊരു കല്യാണം ഉണ്ടെന്ന് കൊച്ചിയിൽ, കസിൻ്റെ കല്യാണമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബസ്സിനാണ് പോണത്. ഉച്ചയ്ക്ക് ശേഷം കേട്ടോ പോണേ. കാലത്ത് എനിക്ക് സെം എക്സാം ഉണ്ടായിരുന്നു, അപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണ് പോണത്. നമ്മളെല്ലാവരും പാടെ ബസ്സിനാണ് പോയിട്ടുണ്ടായത്. നമ്മൾ കുറേ പേരുണ്ടായിരുന്നു കേട്ടോ, 10-12 പേര് തന്നെ നമ്മളുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വൈപ്പിനി ചെന്ന് ബസ്സിന് ശേഷം പിന്നെ ജങ്കാറിന് ടിക്കറ്റ് എടുത്ത് ജങ്കാറിൽ കയറി കേട്ടോ ഗൈസ്. അപ്പോൾ കയറണമെന്ന് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ജങ്കാറിൽ കയറി പിന്നെ നമ്മൾ കുറേ നല്ല തിരക്കായിരുന്നു അവിടെ. കുറേ നേരം അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. ഫോർട്ട് കൊച്ചിയിലാണ് നമ്മൾ ജങ്കാർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ജങ്കാർ ഇറങ്ങി നടക്കണേ കേട്ടോ ഗൈസ്. ഞങ്ങൾ ബീച്ചിലേക്ക് പോകാന്നുള്ള രീതിയിൽ നടക്കണേണ്. അപ്പോൾ കുറേ പേരുണ്ട് കേട്ടോ, നമ്മൾ ഫ്രണ്ടിലും പോകുന്നുണ്ട്, നമ്മളെ കുറച്ചൊരു ബാക്കിലുണ്ട്. അങ്ങനെ നമ്മൾ നടക്കണേണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്കാണ് കിടന്ന് വീഡിയോ എടുക്കണതൊക്കെ. അപ്പോൾ കുറേ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ നേരം നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ നേരം എന്ന് വെച്ചാൽ ബീച്ചിൻ്റെ അറ്റത്തന്നെ വരെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ നടക്കണതിൻ്റെ രണ്ട് സൈഡിലും കുറേ കച്ചവടക്കാരുണ്ട്. ചെരുപ്പായിട്ടും സംഭവമായിട്ടും നല്ലോണം സംഭവമുണ്ട്. ചെരുപ്പൊക്കെ 200 രൂപക്കാണ് വിൽക്കണേ. ഫ്ലാറ്റ് ചെരുപ്പുകളും ക്രോപ്സും എല്ലാം 200 രൂപക്കാണ് ലേഡീസിൻ്റെ. അടിപൊളി സംഭവമായിരുന്നു കേട്ടോ. വാങ്ങണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഒന്നും വാങ്ങാൻ പറ്റിയില്ല. ഞങ്ങളാകെ ഐസ്ക്രീമും ഉപ്പിലിട്ട് എന്തോ മാങ്ങ മാത്രം വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ നമ്മളിങ്ങനെ നടന്ന് കാണാൻ ചെയ്തത്. കാരണം കുറേ ആൾക്കാരും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾക്ക് സമയവും ഉണ്ടായിരുന്നില്ല. എവിടെ ഇങ്ങനെ നിൽക്കാനുള്ള സമയമില്ല. ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ പോണ വഴിക്ക് ഇങ്ങനെ കടലിൽ തന്നെ മീൻ പിടിച്ച് വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് കുറേ നേരം നോക്കി നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞണ്ടും പ്രോൺസും കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നമ്മളതൊക്കെ നോക്കി കുറച്ച് നേരം നിന്നിട്ടുണ്ടായിരുന്നു. അപ്പം തിരിച്ച് പോകുന്ന വഴിക്കാണെങ്കിൽ വാങ്ങാന്നുള്ള രീതിയിലാണ് നിന്നിരുന്നത്. പക്ഷേ നമ്മൾ പോണ വഴിക്കാണ് കയറിയത്. അപ്പോൾ ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ നേരം ഓരോ സാധനങ്ങളൊക്കെ നോക്കി നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഈ മുറുക്കുണ്ടാക്കുന്ന സംഭവത്തിൻ്റെ അതെല്ലാ പരിപാടിയൊക്കെ ഉണ്ടാവും, എന്നാലും അത് കണ്ടുക്കും. അങ്ങനെ കുറേ സംഭവം വെച്ചാൽ കുറേ സംഭവം ഉണ്ടായിരുന്നു. ഒക്കെ വാങ്ങണമെന്നുണ്ടാവും, ഒന്നും വാങ്ങാൻ പറ്റില്ല. അപ്പോൾ ഞാനെല്ലാം ട്രൈ എടുത്തൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു കൈ കൊണ്ടാണ് എന്തോ ബാൻഡ് പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ 30 രൂപ 50 രൂപ പറ്റേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മളതൊക്കെ നോക്കി ഇങ്ങനെ നടക്കണേണ്. അപ്പോൾ ഞാൻ റിങ് നോക്കിയിട്ടുണ്ടായിരുന്നു. ബോയ്സിൻ്റെ റിങ്ങാണ് മൊത്തം. പിന്നെ ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. എനിക്ക് നിൻ്റെ പേരൊന്നും അങ്ങനെ അറിയില്ല, അത്രക്കും സംഭവം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ നടന്ന് ലാസ്റ്റ് എല്ലാവരും പറഞ്ഞ് തിരിച്ചു പോകുന്നുള്ള രീതിയായി. അപ്പോൾ നമ്മളെല്ലാം നോക്കിയെടുക്കുന്നതുകൊണ്ട് തിരിച്ച് പോകാനും തോന്നണില്ല. പിന്നെ കുറേ നേരം നടന്നതിന് ശേഷം നമ്മൾ ഓട്ടോക്കാണ് ആ വീട്ടിലേക്ക് പോകണത്. മട്ടാഞ്ചേരിയിലേക്കാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ ഓട്ടോ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 3 ഓട്ടോക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. നമുക്ക് കുറച്ചധികം പേരുണ്ടായതുകൊണ്ട് 3 ഓട്ടോക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റത്തെ ഓട്ടോയാണ് കയറിയിട്ട്. അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ ഒരു 7 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ പാട്ടും മേളമൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒപ്പനയും സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയുള്ളൂ. ഓക്കെ, ബൈ.